സിയോൻ ഫെയർ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന വേഴ്സ് ഓഫ് ഫെയർ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവ് യേശുവിനകത്തുള്ള സ്നേഹം തന്നെ അറിയിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ബലവും ശക്തിയും പകരുന്ന ദൈവം, ആശ്വാസങ്ങളുടെ ദൈവം. ഇന്ന് പകൽ നിങ്ങൾ ആശ്വാസമില്ലാത്ത വിഷയങ്ങൾ, നിങ്ങൾക്ക് ശക്തിയും ബലവും ചോർന്നു പോകുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കും. കർത്താവിൻ്റെ അഭിഷേക്തൻ പാസ്റ്റർ ജസ്റ്റിൻ ജോസഫ് നിങ്ങൾക്കായി സംസാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ വചനം നിങ്ങളെ ജീവിപ്പിക്കും, ബലവും ശക്തിയും പകർന്നു വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ ബലപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന, അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൃപ നിറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട തൻ്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി അവൻ അത്ഭുതം പ്രവർത്തിക്കും, അവൻ അനുഗ്രഹം പ്രവർത്തിക്കും. യേശു ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവമല്ല. ആരാധിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും ദൈവത്തെ സ്തുതിക്കുന്നവർക്കും അവൻ എപ്പോഴും അവൻ അടുത്തു നിൽക്കുന്ന ദൈവമാണ്. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ നോട്ടം, ചിന്തകൾ എല്ലാം നല്ലതുപോലെ അറിയുന്ന ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ വചനം അത് തികഞ്ഞതാ, നിറവുള്ളതാ, അത് ബലമുള്ളതാ, വിശ്വസിക്കുന്നവർക്ക് വളരെ അത്ഭുതം പ്രവർത്തിക്കുന്നതാ. ഇന്ന് ചിന്തയ്ക്കായി ഒരു നല്ല വചനമെടുക്കാം. 15-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വചനം അതിൻ്റെ അവസാനത്തിൽ പറയുന്നു, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ 15-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വചനത്തിൽ അതിൻ്റെ അവസാനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. യേശുവിൻ്റെ ആ വചനം ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കിട്ടിയ നല്ലൊരു വെളിപ്പാടെന്ന് പറയുന്നത്, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്ത ഒരു മനുഷ്യൻ. ഒരു കാര്യം മനസ്സിലായി, ഒരു മനുഷ്യൻ യാത്ര തുടരുമ്പോൾ, ഞാൻ ഇന്ന സ്ഥലത്തു നിന്ന് പോകുമ്പോൾ, ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചർച്ചിലേക്ക് പോകുക എന്ന് കൂട്ടിക്കോ. ചർച്ചിലേക്ക് പോകുന്ന വഴിയിൽ ചില സംഭവങ്ങൾ കാണും, ചില കാഴ്ചകൾ കാണും, ചില നന്മയും തിന്മയും എല്ലാം അവിടെ ഉണ്ടാകും. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ചർച്ചിലേക്ക് എത്തുക എന്നുള്ളതാണ്. 10 മണിക്ക് ആരാധന ആരംഭിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങി 10 മണിക്ക് മുൻപായി സഭയിൽ ചെന്നെത്തി ദൈവത്തിന് ആരാധന കൊടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാണ്. അങ്ങനെ ഇറങ്ങി യാത്ര ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ വെച്ച് പല സംഭവങ്ങൾ കാണുവാൻ തുടങ്ങി, പല അനുഭവങ്ങൾ കാണുവാൻ തുടങ്ങി. നമ്മുടെ ലക്ഷ്യം അതല്ല, ആരാധനയ്ക്ക് എത്തുക എന്നുള്ളതാണ്. ഇതുപോലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ ജോലി ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ പലരെ കണ്ടെന്ന് വരും, പലരെ കേട്ടെന്ന് വരും. അവരെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ജോലി നിവൃത്തിയാക്കുക, തന്നെ ഏൽപ്പിച്ച വേല ചെയ്യുക. ഒരു അഭിഷക്തന് ദൈവം ഒന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നത് തൻ്റെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയാണ്. തൻ്റെ വചനം ജനങ്ങളിൽ പരക്കണം, അനേകർ അഭിഷേകം പ്രാപിക്കണം, ദൈവത്തെ കാണണം, ദൈവത്തെ കൃപയിൽ വളരാൻ വേണ്ടി മാത്രമാണ് കർത്താവ് ദൈവദാസന്മാരെ നിർത്തിവച്ചിരിക്കുന്നത്. അപ്പോൾ വചനം എന്തു പഠിപ്പിക്കുന്നോ അതൻ പ്രകാരം ജീവിക്കുവാൻ ഒരു ദൈവദാസനുണ്ടെങ്കിൽ അത് കറക്റ്റായിരിക്കും. ചില കർത്താവിൻ്റെ വേല ചെയ്യുവാൻ വേണ്ടിയല്ല, കാശുണ്ടാക്കാൻ വേണ്ടിയും വലിയവനാകാൻ വേണ്ടിയല്ല കർത്താവിൻ്റെ വേല വരുന്ന പലരുണ്ട്. എന്നാൽ സത്യമുള്ള ദൈവദാസൻ അങ്ങനെയല്ല. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും അവൻ മാറത്തേയില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ വചനത്തിൽ ഞാൻ വായിച്ചപ്പോൾ എന്നെ വളരെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന അനുഭവം, ഒരു പ്രാവശ്യം ദാവീദ് തൻ്റെ അപ്പൻ്റെ ആടുകളുമായി
അദ്ദേഹം കാട്ടിൽ മേയ്ച്ചൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആടുകൾക്ക് എവിടെ നല്ല ആഹാരം കിട്ടുന്നോ ആ സ്ഥലത്തിലേക്ക് കൊണ്ടുപോയി നല്ലതുപോലെ അദ്ദേഹത്തെ തീറ്റിപ്പിക്കുന്ന ഒരു നല്ല ഇടയനായിരുന്നു ദാവീദ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നു: ആടുകളെ തീറ്റിപ്പിക്കുക, അല്ലെങ്കിൽ പോറ്റി പുലർത്തുക, ആടുകളെ പുഷ്ടിയുള്ളതാക്കുക, അതിന് മക്കളുണ്ടാക്കുക. ഇങ്ങനെ ഒക്കെയും ചെയ്താത്ത വളർത്തി വരുമാനം ഉണ്ടാക്കുന്ന ഒരു ജോലിയായിരുന്നു ദാവീദിൻ്റെ ജോലി. എന്നാൽ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചത്, ഈസായുടെ എല്ലാ മക്കളും സൗൽ രാജാവിൻ്റെ കൂടെയും പട്ടാളക്കാരായ യുദ്ധത്തിന് വേണ്ടിയൊക്കെ അവരായിരിക്കുന്ന സമയത്തിൽ ഈസായുടെ ഈ മകൻ മാത്രം കാട്ടിലേക്ക് പോകുക. എന്നോട് ചോദിച്ചാൽ ഈസായി കാണിച്ചത് ഒരു ഭയങ്കര തെറ്റായിരുന്നു. തനിക്കുള്ള എല്ലാ മിടുക്കനായ മക്കളെയും കഴിവുള്ളവരെയും അവൻ രാജാവിൻ്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുവാനും രാജാവിൻ്റെ കൂടെ നടക്കുവാനും യുദ്ധത്തിന് പോകുവാനും നല്ല ഫുഡെല്ലാം കഴിച്ച് അവർ നല്ല മിടുക്കന്മാരായി ആക്കി തീർക്കുമ്പോൾ ഈ ദാവീദ് മാത്രം കഴിവില്ലാത്തവനെ പോലെ അപ്പൻ കണക്ക് കൂട്ടുന്നു. അവനെ കാട്ടിലേക്ക് ആടുകളുമായി അയക്കുമ്പോൾ ദാവീദിൻ്റെ മനസ്സിൽ പ്രയാസം വന്നു കാണും. എൻ്റെ സഹോദരങ്ങളെല്ലാം രാജാവിൻ്റെ വീട്ടിലും നല്ലതുപോലെ ജീവിക്കുമ്പോൾ ഞാൻ മാത്രം ഈ ഇരുള് പിടിച്ച ഈ കാട്ടിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഒരു അനാഥയായി ഈ കുറേ ആടുകളുമായി ഞാൻ വളരെ പ്രയാസത്തോടു കൂടെ മനസ്സിൽ ചിന്തിക്കുമല്ലോ. കഷ്ടതയില്ലാത്തവർ പോലും കഷ്ടത ഉള്ളതുപോലെ ചിന്തിക്കുമ്പോൾ യഥാർത്ഥ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കാതിരിക്കുമോ? ചിന്തിക്കും. ആ മനുഷ്യൻ വളരെ പ്രയാസത്തോടെ അവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വേദപുസ്തകത്തിൽ പല സ്ഥലത്തിലും വായിച്ചിട്ടുണ്ട്. യോസേപ്പിൻ്റെ ജീവിതത്തിൽ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ഒരു പാനപാത്രക്കാരൻ ഉണ്ടായിരുന്നു, ഒരു അപ്പക്കാരൻ ഉണ്ടായിരുന്നു. അവർ ഓരോ സ്വപ്നം കണ്ടു. അതിനർത്ഥം യോസേപ്പ് പറഞ്ഞു, അതുപോലെ സംഭവിക്കുകയും ചെയ്തു. പാനപാത്രക്കാരനോട് പറഞ്ഞു, നീ രാജാവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. എന്നാൽ രാജാവിൻ്റെ അടുക്കൽ പോയപ്പോൾ പാനപാത്രക്കാരൻ യോസേപ്പ് മറന്നുപോയി. എന്നാൽ യോസേപ്പിനും ദൈവത്തെ പലപ്പോഴും മറക്കാമായിരുന്നു. അവൻ തൻ്റെ പിതാക്കന്മാരൊക്കെയും ദൈവത്തോട് പ്രാർത്ഥിച്ച് വാങ്ങിയ ഓരോ അനുഭവത്തെയും യോസേപ്പ് നല്ലതുപോലെ അറിഞ്ഞിരുന്നു. അതുകൊണ്ടവൻ ദൈവത്തോട് സത്യം ചെയ്ത കുടുംബം, അല്ലെങ്കിൽ ദൈവം അബ്രഹാമോടും ഇസഹാക്കോടും യാക്കോബോടും ദൈവം പല സത്യം ചെയ്തിട്ടുണ്ട്. ആ സത്യങ്ങളെ ഓർത്തുകൊണ്ട് അവൻ ദൈവത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് ദൈവം ഫറവോന് സ്വപ്നം കൊടുത്ത്, അല്ലെ രാജാവിന് സ്വപ്നം കൊടുത്ത് അതിൻ്റെ അർത്ഥം പറയുവാൻ അനേകം മന്ത്രവാദികളുടെ കണ്ണുകളെ ദൈവം കുരുടാക്കി, ജ്ഞാനികളെ ബുദ്ധിയെ ദൈവം കുരുടാക്കി. എന്നാൽ യോസേപ്പിൻ്റെ ബുദ്ധിയെ മാത്രം ദൈവം തുറന്നു. എന്താ കാരണം? സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചു നിന്നതുകൊണ്ട് മാത്രമാണ് ദൈവം ഉയർത്തുവാൻ കാരണം. തൻ്റെ കഷ്ടതയിൽ, തൻ്റെ ഞെരുക്കത്തിൽ, തൻ്റെ പ്രയാസത്തിൽ തന്നെ സഹായിക്കുവാൻ ആരുമില്ല. സഹോദരങ്ങൾ കച്ചവടക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു, അവർ കൊണ്ട് പോത്തിവേർന്ന് വിറ്റു. അവൻ്റെ വീട്ടിൽ പാപം ചെയ്യുവാൻ നല്ല അവസരം ഉണ്ടായിരുന്നു. പോത്തിവേർന്ന ഭാര്യയാണെങ്കിൽ യോസേപ്പിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി തൻ്റെ വസ്ത്രം പോലും അവൻ കളഞ്ഞ് ഓടേണ്ടി വന്നു. ഒടുവിൽ ചതിയിൽ കൂടെ അവൻ കാരാഗൃഹത്തിലെത്തി.
എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ ഞാൻ ദൈവത്തെ ആരാധിക്കത്തില്ല. കാരണം നമുക്ക് യേശുവിൻ്റെ വചനത്തിൽ ഉറപ്പില്ല, യേശുവിൽ വിശ്വാസമില്ല. വിശ്വാസമുള്ള ഒരു മനുഷ്യൻ ഞെരുക്കത്തിലും കഷ്ടതയിലും പ്രയാസത്തിലും അവൻ ദൈവത്തെ മുറുകെ പിടിക്കിങ്ങനെ. നിന്റെ ജീവിതത്തിൽ 1000 പരാജയം വരും, ദുഃഖിക്കരുത്, പതറിപ്പോകരുത്. അവൻ്റെ വചനം മുറുകെ പിടിക്കുന്നവരായിരിക്കണം. യോസേപ്പിൻ്റെ പ്രാർത്ഥനയും അവൻ്റെ നിലവിളിയും കണ്ണുനീരും ഒരു വ്യക്തിയോടല്ലായിരുന്നു, അത് ദൈവത്തോടായിരുന്നു. യോസേപ്പ് ഉയർത്തുവാൻ വേണ്ടി, യോസേപ്പ് അനുഗ്രഹിക്കുവാൻ വേണ്ടി ദൈവം രാജാവിന് സ്വപ്നം കൊടുക്കുന്നു. മന്ത്രവാദികൾ പലപ്പോഴും രാജാവിൻ്റെ സ്വപ്നം പറഞ്ഞവരായിരുന്നു, അർത്ഥം പറയുമായിരുന്നു. ജ്ഞാനികളും അവൻ്റെ സ്വപ്നത്തിന് അർത്ഥം പലപ്പോഴും പറഞ്ഞവരായിരുന്നു. എന്നാൽ രാജാവിൻ്റെ ഈ സ്വപ്നത്തിന് അർത്ഥം പറയുവാൻ ദൈവം അവരുടെ ബുദ്ധിയെല്ലാം ദൈവം മന്ദത പിടിപ്പിച്ചു. എന്താ വിഷയം? പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനുണ്ടെങ്കിൽ ദൈവം അവനെ ഉയർത്തിയിരിക്കും. പല പറയും, പാസ്റ്റർ ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, എനിക്ക് ഒരു മറുപടി ഇതുവരെ കിട്ടുന്നില്ല. എന്താ കാരണം? എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്നോട് തന്നെ ചോദ്യം, നിനക്ക് എവിടെയോ മിസ്റ്റേക്ക് ഇരിപ്പുണ്ട്. ആ മിസ്റ്റേക്ക് എന്നെ ക്ലിയർ ചെയ്യുമ്പോൾ അതെല്ലാം ഭംഗിയാകും. നിനക്ക് എവിടെ തൻ്റെ കുറവുകളെ ആർ ചിന്തിക്കുന്നോ അവനാ യഥാർത്ഥ ഭക്തൻ. മറ്റുള്ള കുറവുകളെ വിരലിച്ചുകൊണ്ട് മുൻപായി തൻ്റെ കുറവുകളെ ചിന്തിച്ച് മനസ്സിലാക്കി മുൻപോട്ട് പോകുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ ജീവിതത്തിൽ യോസേപ്പിൻ്റെ കാര്യാഗ്രഹ ജീവിതത്തിലും അവൻ്റെ ചതിക്കപ്പെട്ട അനുഭവത്തിലും സഹോദരങ്ങൾ തള്ളപ്പെട്ട അനുഭവത്തിലും അവനോടുള്ള കയ്പ് കൊണ്ട് ഒടുവിൽ കാര്യാഗ്രഹത്തിൽ എത്തിയെങ്കിലും യോസേപ്പ് പുറത്തു കൊണ്ടുവരുവാൻ ഒരു മനുഷ്യനുമില്ലായിരുന്നു. അപ്പക്കാരൻ മരിച്ചുപോയി, പാനപാത്രക്കാരൻ പഴയ രാജാവിൻ്റെ വീട്ടിൽ പോയി പാനം ഒഴിക്കുവാൻ തുടങ്ങി. എന്നാൽ അവൻ യോസേപ്പ് മറന്നുപോയി. യേശു രാജാവിൻ്റെ സ്വപ്നത്തിന് അർത്ഥം പറയുവാൻ യോസേപ്പ് ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ എന്തുകൊണ്ട് നാളെ ലോകത്ത് നടക്കുന്ന അനുഭവം നിന്നിൽ കൂടെ ദൈവത്തിന് വെളിപ്പെടുത്താൻ കഴിയത്തില്ലയോ? കഴിയും ദൈവമക്കളെ. പലപ്പോഴും നമുക്കത് കഴിയാതെ പോയ കാര്യം നമ്മൾ പ്രാർത്ഥിക്കത്തില്ല, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന ഭക്തൻ അങ്ങനെയല്ല. അവൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവൻ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടേയിരിക്കും. യോസേപ്പ് കാര്യാഗ്രഹത്തിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അവനെ പറയാൻ ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ. ദൈവത്തോടവൻ സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ രാജാവിൻ്റെ സ്വപ്നം പറയുവാൻ ആരുമില്ലാതെ വന്നു. രാജാവ് വളരെ പ്രയാസപ്പെടുമ്പോൾ ആ പാനപാത്രക്കാരുടെ ചിന്തയിൽ വന്നു, പണ്ട് എൻ്റെ സ്വപ്നത്തിന് അർത്ഥം പറഞ്ഞ ഒരുത്തനുണ്ട്, അവൻ കാര്യാഗ്രഹത്തിൽ കിടന്നു, ഞാൻ അവനെ മറന്നുപോയി. രാജാവോട് അവൻ വാസ്തത അറിയിച്ചു. രാജാവ് പറഞ്ഞു, വേഗത്തിൽ അവനെ കൊണ്ടുവരിക. ദൈവമക്കളെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കുമ്പോൾ അത് പതിയല്ല, നിന്നെ വേഗത്തിൽ അവൻ അനുഗ്രഹിക്കുവാൻ തുടങ്ങും. യോബിനെ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ പതിയല്ല ദൈവമക്കളെ, വേഗത്തിൽ അനുഗ്രഹിക്കാൻ തുടങ്ങി. എന്നാൽ യോസേപ്പ് വേഗത്തിൽ കൊണ്ടുവന്നു, നല്ല വസ്ത്രം ധരിപ്പിച്ച്, വെട്ടം കാണാത്തവൻ രാജാവിൻ്റെ മുഖത്ത് മുൻപിൽ നിൽക്കുവാൻ ദൈവം അവസരം ഒരുക്കുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലെ, നീ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി നല്ല അവസരം ഒരുക്കി തരും. നീ ദൈവത്തോട് ആയിരിക്കണം. നിന്റെ കഷ്ടതയിലും ഞെരുക്കത്തിലും ബന്ധുക്കളും മക്കളും മരുമക്കളും കൈവിട്ടുമ്പോൾ നീ ദൈവത്തെ മുറുകെ പിടിക്കുന്ന ആളായിരിക്കണം. അത് നിനക്ക് വളരെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുക. യോസേപ്പ് രാജാവിനെ നിർത്തിയപ്പോൾ രാജാവ് പറയുന്നു, എൻ്റെ സ്വപ്നത്തിന് അർത്ഥം പറയുവാൻ ഈ ദേശത്തിൽ ആരുമില്ല. ചിലപ്പോൾ യോസേപ്പ് ചോദിച്ച് കാണും, മന്ത്രവാദികൾ എന്തി, ജ്ഞാനികൾ എന്തി, മന്ത്രിമാരുണ്ടല്ലോ ഇവരെല്ലാം എന്തി? രാജാവ് പറഞ്ഞു കാണും, അവരെ കൊണ്ടൊന്നും പറയാൻ കഴിയത്തില്ല, ഞാൻ കണ്ട നീ മാത്രമേ ഉള്ളൂ.
ഞാനൊരു കാര്യം പറയട്ടെ ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ നല്ല വെളിപ്പാട് തരും, നല്ല ദർശനം തരും, നല്ല കൃപ തരും. ദൈവം തള്ളിക്കളയുന്ന ദൈവമല്ല, സ്വന്തം മാർവോട് ചേർക്കുന്ന ദൈവം തന്നെയാണ്. അവൻ എന്നും നമ്മോട് കൂടെ ആയിരിക്കും, തള്ളിക്കളയത്തില്ല. ആ യോസേപ്പിൻ്റെ ജീവിതത്തിൽ രാജാവിൻ്റെ സ്വപ്നവും അതിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാഖ്യാനം എല്ലാം പറഞ്ഞപ്പോൾ രാജാവ് പറയുന്നു, ഇതുപോലെ ദൈവകൃപ ഉള്ളവനെ കണ്ടുകിട്ടുമോ? ദൈവമക്കളെ, കഷ്ടതയിലായിരുന്നാലും ഞെരുക്കത്തിലായിരുന്നാലും പ്രയാസത്തിലായിരുന്നാലും ദൈവം ഒരു മനുഷ്യൻ്റെ അകത്ത് ഇടപെടുമെങ്കിൽ അവർക്ക് നല്ല മാറ്റമുണ്ടാകും, അവർക്ക് നല്ല വിടുതലുണ്ടാകും. കാരണം ദൈവം നമ്മെ നോക്കും. ഇവൻ എന്നോട് നിൽക്കുമോ, എന്നെ ശരിക്കും ആരാധിക്കുമോ, എല്ലാം ദൈവം നോക്കും. നോക്കിയ ശരിയാണ് നമ്മെ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ തന്നെ യോസേപ്പ് കാണാഞ്ഞ കൊണ്ട് യാക്കോബ് പറയുന്നു, ഞാൻ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങും. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അധിക നന്മ വാങ്ങിയവരാണ്, ഒത്തിരി അനുഗ്രഹം വാങ്ങിയ മനുഷ്യനാണ് യാക്കോബ്. അദ്ദേഹം പറയുന്നു, ഞാൻ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങാൻ അല്ല. ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് അവൻ്റെ ശക്തിയിൽ ബലപ്പെടുവാൻ വേണ്ടിയാണ്, അവൻ്റെ കൃപയിൽ വളരുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. തൻ്റെ ഭുജത്തിൻ്റെ ശക്തി എന്താ എന്ന് നാം അറിയാൻ വേണ്ടിയാണ് അവൻ നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. എന്നാൽ യോസേപ്പിൻ്റെ രഥം കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നു. ഞാൻ പറയട്ടെ, കഷ്ടത 1000 വരും, ഞെരുക്കം 1000 വരും, പ്രയാസം ബുദ്ധിമുട്ടുകൾ 1000 വരും. അവയെന്നൊക്കെയും അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവമെന്ന് തിരിച്ചറിയണമെന്ന് ഓർപ്പിക്കുകയാണ്. അതാ വേദപുസ്തകം പറയുന്നത്, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്ത. യോസേപ്പിൻ്റെ ജീവിതത്തിൽ അവൻ എന്തെല്ലാം പ്രയാസം വന്നിട്ടും അവൻ ദൈവകൃപയെന്ന് വീഴ്ന്നു പോയില്ല. അത് എനിക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും തൻ്റെ പിതാക്കന്മാർക്ക് ദൈവം ചെയ്ത അനുഭവങ്ങളെ ഓർത്ത് ദാവീദ് കാട്ടിൽ പോയി യോസേപ്പെ പോലെ പിന്തുടരുകയാണ്. സഹോദരങ്ങൾ എവിടെ ആയിരുന്നാലും, മാതാപിതാക്കൾ എവിടെ ആയിരുന്നാലും, അവർ എന്നാ ചെയ്താലും അതിലും അധികമായി നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവിടെ ദാവീദിന് മനസ്സിലാക്കേണ്ടിയായിരുന്നു. അവൻ അതുകൊണ്ട് ആടുകൾ പുല്ല് മേയുമ്പോൾ അല്ലെങ്കിൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ദൈവത്തോട് പാട്ടുപാടി അവൻ സ്തുതിക്കുവാൻ തുടങ്ങി, ദൈവത്തെ അവൻ ആരാധിക്കുവാൻ തുടങ്ങി. അനേകരുടെ ജീവിതത്തിൽ തുടക്കം പാട്ടും പ്രാർത്ഥനയിലും അഭിഷേകത്തിലും കയറി വരും. ദൈവത്തിൻ്റെ കയ്യിൽ നന്മ വാങ്ങിയ പിന്നെ ദൈവത്തെ മറക്കും. അങ്ങനെ സൗൽ രാജാവ് ദൈവം കൊടുത്ത കൃപയും അഭിഷേകം നഷ്ടപ്പെട്ട് ഒരു മൃഗത്തെ പോലെ അവൻ മാറുന്നു. ദാവീദ് അങ്ങനെയല്ല. യോസേപ്പെ പോലെ ജീവിതത്തിൽ കഷ്ടതയിലും പ്രയാസത്തിലും നിന്ന് അവൻ നന്മയെ മുറുകെ പിടിച്ചു വാങ്ങി അവൻ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഏറെ ദിവസമായി അവൻ ആടുകളെ മേയ്ക്കുമ്പോൾ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു സിംഹം തൻ്റെ ആടുകളെ കൊല്ലുവാൻ അല്ലെങ്കിൽ പിടിക്കുവാൻ വന്നപ്പോൾ ഇവൻ സിംഹത്തോട് അവൻ യുദ്ധം ചെയ്ത് അതവൻ കൊന്നുകളഞ്ഞു. ഒരു പ്രാവശ്യം കരടിയും അതുപോലെ അവൻ കൊന്നുകളഞ്ഞു. ഇതാണ് യഥാർത്ഥ ഭക്തൻ. തന്നെ ഏൽപ്പിച്ച ആടുകൾക്ക് ഒരു കേട് വരാതെ സൂക്ഷിക്കുന്നവനാ അവൻ സത്യമുള്ള വേലക്കാരനായി ഇവിടെ വേദപുസ്തകം വ്യക്തമായി വെളിപ്പെടുത്തുന്നു. എന്നാൽ ദൈവം ഏറെ ദിവസം കഴിഞ്ഞപ്പോൾ സൗൽ രാജാവ് കൃപയെന്ന് വീഴ്ന്നുപോയി തൻ്റെ പ്രവാചകനോട് പറയുന്നു, തൈലക്കൊമ്പ് എടുത്ത് ഈശോയുടെ വീട്ടിലേക്ക് പോയി ഞാൻ പറയുന്നവന് അഭിഷേകം ചെയ്യുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം പ്രവാചകനോട് ദൂത് പറയുന്നു, നീ പൊക്കം നോക്കരുത്, നീ വലിപ്പം ഒന്നും നോക്കരുത്,
ഞാൻ ആരെ കാണിക്കുന്നോ അവൻ അഭിഷേകം ചെയ്യണം. യോസേപ്പിൻ്റെ വീട്ടിൽ തള്ളപ്പെട്ടവനായിരുന്നു യോസേപ്പ്. ദാവീദിൻ്റെ വീട്ടിൽ തള്ളപ്പെട്ടവനായിരുന്നു ദാവീദ്. എന്നാൽ മനുഷ്യൻ തള്ളിപ്പറയുമ്പോൾ, ബന്ധുക്കളും മാതാപിതാക്കളും തള്ളിക്കളയുമ്പോൾ അവരെ പൊടിയിൽ നിന്ന് എടുക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഉയർത്തുവാൻ ശക്തിയുള്ളവൻ. അവൻ എളിയവനെ അവൻ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു. ആ വചനം നിവൃത്തിയാകുകയാണ് ഇവിടെ. ദാവീദ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ഈസയുടെ മക്കളെല്ലാവരെയും വിളിച്ച് സമൂവേൽ പ്രവാചകൻ തൈലക്കൊമ്പ് എടുത്ത് രാജാവായി അഭിഷേകം ചെയ്യുവാൻ ഒരുങ്ങുമ്പോൾ മിടുക്കന്മാരെ ഈശായി കൊണ്ട് നിർത്തി. അപ്പോഴും ദാവീദ് മാറ്റി നിർത്തുന്നു. പലപ്പോഴും അവനെ ഒതുക്കി മാറ്റി നിർത്തുമ്പോൾ ദൈവം തേടി തേടിക്കൊണ്ട് ഫ്രണ്ടിൽ വരുന്നു. ദൈവത്തിന് മുൻപിൽ സത്യമുള്ള ഒരു ദൈവ പൈതൽ ഉണ്ടെങ്കിൽ ദൈവം അവനെ തള്ളിക്കളയത്തില്ല, ബലപ്പെടുത്തുവാൻ ഇടയായിത്തീരും. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? വചനം പറയുന്നു, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ കയ്യിൽ നിന്ന് വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന ഓരോ സമാധാനവും വിടുതലും ഇത് വളരെ അനുഗ്രഹമായിരിക്കും. അപ്പോൾ ഇവിടെ സമൂവേൽ പ്രവാചകൻ ചോദിക്കുന്നു, നിന്റെ മക്കൾ ഇത്ര പേരെ ഉള്ളോ? കാരണം എല്ലാവരും വന്നു. ദൈവം പറഞ്ഞു, ഇവനല്ല ഇവനല്ല ഇവനല്ല, ഇനി ഇവിടെ ആരുമില്ല. പ്രവാചകന് മനസ്സിലായി ഇവിടെ എന്തോ ഇരിപ്പുണ്ട്. ഈ സൈഡ് ചോദിക്കുന്നു, നിന്റെ മക്കൾ ഇത്ര പേരെ ഉള്ളോ? ഇനി ഒരുത്തനുണ്ട്. ദൈവമക്കളെ, ആ ഒരുത്തനെ ആ ദൈവത്തിന് വേണ്ടത്. എല്ലാവരും നിന്നെ തള്ളിക്കളയുമ്പോൾ, എല്ലാവരും നിന്നെ മാറ്റി നിർത്തുമ്പോൾ നിന്നോട് സത്യം ചെയ്ത ദൈവം മാറത്തില്ല. അവൻ നിന്നെ ഉയർത്ത തന്നെ ചെയ്യും. നിന്നെ വാലിലെ തലയാക്കുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും. ദാവീദിൻ്റെ മേൽ തൈലക്കൊമ്പ് എടുത്ത് അവൻ അഭിഷേകം ചെയ്തു. സത്യമുള്ളവൻ പ്രാർത്ഥിച്ചപ്പോൾ അഭിഷേകം അവൻ്റെ മേൽ ഇറങ്ങി വരികയാണ്. ഇതുപോലെ യോസേപ്പിൻ്റെ ജീവിതം, എസ്തറിന്റെ ജീവിതത്തിൽ അവൾ വെള്ളം കുടിക്കാതെ ഒന്നും കഴിക്കാതെ അവളും അവളുടെ കൂട്ടരും ഒരുമിച്ചവർ ഉപവാസമെടുത്തു. ഹാമാൻ്റെ ചതി, അവനുണ്ടാക്കിയ കഴുകുമരത്തിൽ ദൈവം അവനെ തൂക്കുവാനിടയെത്തിയന്നു. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ ദൈവത്തിന് എന്നും ഇഷ്ടമുള്ളവനായിരിക്കും. മോശയുടെ ജീവിതത്തിൽ ഒരു യഹൂദൻ ഒരു ഫറവോനെ ഒരു മനുഷ്യനുമായി, രാജാവിൻ്റെ അല ദേശത്തുള്ള മനുഷ്യനുമായി അവർ ചണ്ട ചെയ്യുമ്പോൾ അവൻ ഈ ഹെബ്രയനെ കൊല്ലുവാൻ വേണ്ടി അവൻ തകർക്കുവാൻ നിൽക്കുമ്പോൾ ആ നീതിയുള്ള ആ മോശെ അവനെ കൊന്ന് മണ്ണിൽ കുഴിച്ചിട്ടു. പിറ്റേ ദിവസമായപ്പോൾ രണ്ട് ഹെബ്രയർ തമ്മിൽ ചണ്ട നടക്കുന്നു. അവൻ ചോദിക്കുന്നു, നിങ്ങൾ സഹോദരങ്ങളല്ലേ, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നു? അപ്പോൾ ഒരുത്തൻ പറയുന്നു, നീ ഇന്നലെ ഒരുത്തനെ കൊന്നവൻ നീയല്ലേ? ചുരുക്കി പറയട്ടെ. ഇത് കേട്ടപ്പോൾ മോശ ഞെട്ടിപ്പോയി. ഇതെങ്ങനെ ഇവൻ കണ്ടു? ദേശം വിട്ട് ഓടിപ്പോയി മിദ്യാനിയ ദേശത്തിൽ പോയി ഒരു കിണറ്റിന് കരയിൽ അവൻ ഇരിക്കുന്നു. അവിടെ നോക്കിയപ്പോൾ ആടുകൾക്ക് വെള്ളം കൊടുക്കുവാൻ ഒരു 7 സഹോദരിമാർ വന്നിരിക്കുന്നു. ആട്ടിടയന്മാർ അവരെ പുറത്താക്കി അവർ ആദ്യം വെള്ളം കൊടുക്കാൻ നോക്കുമ്പോൾ മോശ എഴുന്നേറ്റ് ഈ സഹോദരിമാരെ സഹായിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, 2 പരാജയം കണ്ട പിന്നെയും മോശയ്ക്ക് മാറാമായിരുന്നു. അവൻ സത്യമുള്ളവനായിരുന്നു. വേദപുസ്തകം പറയുന്നു, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ ജീവിതത്തിൽ നീ സത്യമുള്ളവനായിരിക്കുമെങ്കിൽ ദൈവം നിന്നെ ഒരു ആപത്തിലോ അപകടത്തിലോ വിടത്തില്ല. നിന്റെ എല്ലാ വേദനയ്ക്കും
യേശു മറുപടി തരുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുക. അതാ വചനം മകൻ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. ആ ദിവ്യ വചനം നിന്നെ എന്നും ബലപ്പെടുത്തുവാൻ ഇടയാക്കിയിരുന്നു. അവൻ എന്നോട് കൂടെ പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ്റെ നാമം അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ്റെ വചനം പറയുന്നു, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടും. നമ്മുടെ കണ്ണുകളടയ്ക്കാം. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവജനങ്ങളെയും ഓർത്തുകൊണ്ട്, യേസപ്പ, ഞാൻ അങ്ങയുടെ മുൻപിൽ കടന്നു വരുന്ന പിതാവേ, ഇവരെ എല്ലാവരെയും നീ ബലപ്പെടുത്തണമേ. 15-ാം സങ്കീർത്തനം അതിൻ്റെ 4-ന്റെ അവസാനത്തിൽ വ്യക്തമായി പറയുന്നു, സത്യം ചെയ്തിട്ട് ഛേദമെന്നാലും മാറാത്തവൻ. കർത്താവേ, ഞങ്ങൾ സത്യമുള്ളവരായി ജീവിക്കുവാൻ, എന്നെ ശ്രദ്ധിക്കുന്ന ഇവർ നീതിയുള്ളവരായി ജീവിക്കുവാൻ, നിനക്ക് വേണ്ടി വേദന അനുഭവിക്കേണ്ടി വന്നാലും അവർ നേരുള്ളവരായി ജീവിക്കുവാൻ, കൃപ ഉള്ളവരായി ജീവിക്കുവാൻ, അഭിഷേകമുള്ളവരായി ജീവിക്കുവാൻ ഇവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ പിടിക്കപ്പെട്ടവർ, കടഭാരത്തിൽ മുങ്ങിപ്പോയവർ, ബിസിനസ്സിൽ തകർന്നു പോയവർ, തലമുറയില്ലാതെ വാടിപ്പോയവർ, എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരെ കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. ഇവരെ ബിസിനസ്സിൽ ഉയർച്ച വരട്ടെ. അതിലും അധികമായി അഭിഷേകത്തിൽ വളരട്ടെ. നല്ല ദർശനം വെളിപ്പാടിൽ വളരട്ടെ. കർത്താവേ, ഇവരെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ഇവ നിന്റെ വചനത്തിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കട്ടെ. അങ്ങയുടെ വചനപ്രകാരം ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും അവരായിരിക്കുന്ന മേഖലയിൽ അവരവരുടെ വിഷയത്തിന് മേൽ നീ മറുപടി കൊടുത്തനായി സ്തുതിക്കുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവ്, ആമേൻ. താങ്ക് യു ജീസസ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, സത്യം ചെയ്തിട്ട് ഛേദമെന്നാലും മാറാത്ത നീ അങ്ങനെ ആയിരിക്കുമെങ്കിൽ യോസേപ്പ് പോലെ, ദാവീദെ പോലെ നിന്നെ ഉയർത്താൻ ശക്തിയുള്ള ദൈവമാണ് നിന്റെ വലതുഭാഗത്തുള്ളത്. ധൈര്യമുള്ളവരായി ബലമുള്ളവരായിരിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഈ വചനം നിങ്ങൾ വളരെ അനുഗ്രഹമായി ദൈവാത്മാങ്ങൾ വചനത്തിലൂടെ തൊട്ട് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ എഴുതി അറിയിക്കുക. അല്ലെങ്കിൽ ഈ നമ്പറുകളിൽ വിളിച്ച് ഞങ്ങളെ അറിയിക്കുക. ജിമെയിലിലൂടെയും ഞങ്ങളെ അറിയിക്കാനുള്ള അവസരമുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കുന്ന ഈ മക്കളെ ദൈവങ്ങൾ എന്നും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ മേൽവിലാസം സയോൺ ഫയർ മിനിസ്ട്രി, കോളേജ് റോഡ്, പത്തനംതിട്ട, നമ്പർ 9645102121 9387948179. ഞങ്ങളുടെ ജിമെയിൽ firegardenpta@gmail.com.